അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപന ഘോഷയാത്ര അത് തലസ്ഥാന വീഥിയിലൂടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ, ആയോധന കലകൾ ഉൾപ്പെടെ അതിലുണ്ട്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങൾ അത് ഏറ്റവും പ്രധാനമായി മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് അവിടങ്ങളിൽ നിന്നൊക്കെയുള്ള ഗ്രാമീണ കലാരൂപങ്ങളൊക്കെ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട്. കേരളത്തിൻ്റേത് മാത്രമായ ചില തെയ്യം, തിറ പോലെയൊക്കെയുള്ളതും ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ഫ്ലോട്ടുകൾ, തയ്യാറാക്കിയിട്ടുള്ള ഫ്ലോട്ടുകളും ഒക്കെ കാണും. അത് സന്ദേശങ്ങളും പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിവിധ വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന ഫ്ലോട്ടുകൾ, അതിൽ ആനുകാലിക പ്രാധാന്യമുള്ളത് കൃത്രിമത്വം ഒഴിവാക്കി അത്തരത്തിലേക്കൊക്കെയുള്ള ഫ്ലോട്ടുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലാണ് ഈ ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് ഒരു പവലിയൻ ഒരുക്കിയിട്ടുള്ളത്. VIP പവലിയനും VIP പവലിയനും കൂടാതെ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഒരു സ്റ്റേജും എല്ലാം ഉണ്ട്. അവിടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ഫ്ലോട്ട് ഇപ്പോൾ കടന്നു പോകുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഓരോ സന്ദേശങ്ങൾ നൽകുന്നതും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറയുന്നതുമാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിശദാംശങ്ങളുമായുണ്ട്. റിനു ശ്രീധറിലേക്ക് വീണ്ടും. റിനുവിലേക്ക് എത്താം. ഇപ്പോൾ നടക്കുന്ന ഘോഷയാത്രയുടെ ചില ദൃശ്യങ്ങളിലേക്ക് തത്സമയം. റിനു, അങ്ങനെ ഇത്തവണത്തെ പ്രത്യേകതകളായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണയും നമ്മൾ നല്ല രീതിയിൽ കണ്ണ് കുളിർപ്പിക്കുന്ന, മനം കുളിർപ്പിക്കുന്ന ഒരു ഘോഷയാത്രയൊക്കെ കണ്ടതാണ്. ഇത്തവണത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എടുത്തു പറയാൻ കഴിയുന്നത്? കണ്ണും കാതും മനസ്സുമെല്ലാം കുളിർപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വർണ്ണ വിസ്മയ കാഴ്ചകൾ തന്നെയാണ് തിരുവനന്തപുരം അനന്തപുരിയുടെ ഈ നഗരവീതിയിലൂടെ കടന്നു പോകുന്നത്. ഞാൻ നിൽക്കുന്ന ഈ VIP പവലിയൻ സെൻട്രൽ ലൈബ്രറിക്ക് മുന്നിലാണ്. ഇവിടേക്ക് ഘോഷയാത്രയുടെ ഒരു ആദ്യ ഭാഗം എത്തുന്നതേയുള്ളൂ. മോഹിനിയാട്ടവും അതുപോലെ തന്നെ മാർഗം കളിക്കാരും കഥകളി രൂപങ്ങളും അതുപോലെ തന്നെ തേരുവിളക്കും ഒക്കെ തന്നെ, ചെണ്ടമേളവും ഒക്കെ തന്നെ ഇവിടെ എത്തി. ഈ കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഈ ഫ്ലോട്ടുകളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ രാജേന്ദ്ര ആർലേക്കർ ഗവർണർ ഉൾപ്പെടെയുള്ളവർ കുടുംബസമേതമായാണ് ഇവിടെ എത്തി ഇത് വീക്ഷിക്കുന്നത്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടുന്നത്, നമ്മുടെ മേഘന നമ്മളോടൊപ്പം ഉണ്ട്. മേഘന കണ്ണൂർക്കാരിയാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ഈ സാംസ്കാരിക ഘോഷയാത്ര കണ്ടിട്ട് കണ്ണും തള്ളി എന്നോടൊപ്പം നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയിക്കാനുള്ളത്. മേഘന, എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തിന്റെ ഈ സാംസ്കാരിക ഘോഷയാത്ര? എന്ത് മനോഹരമായാണ് തലസ്ഥാന നഗരി ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ സെപ്റ്റംബർ 3 മുതൽ, അതിനു മുന്നേ നമ്മൾ ഓണക്കാലം, ഓണം ആഘോഷങ്ങളൊക്കെ കാണാൻ തുടങ്ങിയതാണ്. അതാ ഇന്നത് സമാപിക്കുന്നത് വളരെ വലിയ ആഘോഷത്തോടെ. അത് ജനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അത് എല്ലാ ജനങ്ങളും നമ്മളിവിടെ എത്തുന്നതിന് മുന്നേ ഇവിടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇത് കാണാൻ വേണ്ടി വ്യത്യസ്തമാർന്ന പ്ലോട്ടുകളും അതുപോലെ തന്നെ കലാരൂപങ്ങളും ഒക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കാഴ്ചകൾ കുറച്ചുകൂടി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിലേക്ക് കൃത്രിമത്വം ഒഴിവാക്കിയുള്ള ഫ്ലോട്ടുകളും ഒക്കെയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഇതൊരുക്കിയത് എന്നുകൂടിയുണ്ട്. കണ്ണിന് നല്ല ഭംഗിയുള്ള, വളരെ ഭംഗിയുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഇതിൽ പങ്കെടുക്കുന്ന ചില കലാകാരന്മാരെ ഗവർണറും മുഖ്യമന്ത്രിയും അനുമോദിക്കുന്നത് നമ്മൾ കണ്ടു. അവരെ പൂ കൊടുത്തവർക്ക് ആദരിക്കുന്നത് നമ്മൾ കണ്ടു. ഇതാ ഇപ്പോൾ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രമൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഫ്ലോട്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ എടുത്ത് പറയുന്ന വിവിധ വകുപ്പുകൾ കൂടി ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ്. നേരത്തെ ട്രഷറി വകുപ്പിൻ്റെയൊക്കെ ഒരു ഫ്ലോട്ട് കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. കൂടാതെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം വിശദമാക്കുന്ന തരത്തിൽ അങ്ങനെയൊക്കെയുള്ള ഫ്ലോട്ടുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ വിവിധ സാംസ്കാരിക രംഗത്തു നിന്നൊക്കെയുള്ള ആളുകൾ, വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ ഘോഷയാത്ര വീക്ഷിക്കാനായി എത്തുന്നുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികൾ, അത് വിദേശത്ത് നിന്ന് എത്തുന്ന വിനോദസഞ്ചാരികൾ, അവർക്കൊക്കെ വേണ്ടി പ്രത്യേക പവലിയൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. VIP പവലിയൻ ഉണ്ട്. ആ പവലിയന് സമീപത്ത് ഇവർക്കൊക്കെയുള്ള പ്രത്യേക ഇടം ഈ കലാപരിപാടികളും മറ്റ് കലാരൂപങ്ങളും വീക്ഷിക്കുന്നതിനായി, കേരളത്തെ അറിയുന്നതിനും ഒപ്പം തന്നെ ഇന്ത്യയെ അറിയുന്നതിനും നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെയുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. സലിം മാലിക് കൂടിയുണ്ട്. സലിം, എന്താണ് ഇത്തവണത്തേതായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്? നേരത്തെ ഞാൻ റിനുവിനോട് ചോദിക്കുകയായിരുന്നു.
എല്ലാ തവണയും നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു ഓണം വാരാഘോഷ സമാപന ഘോഷയാത്ര, അതിൽ ഓരോ തവണയും എന്താണ് എന്നത് കാണാൻ നമ്മൾ കാത്തിരിക്കാറുമുണ്ട്. ഇത്തവണത്തെ പ്രത്യേക കാഴ്ചകൾ എന്തൊക്കെയാണ് എടുത്തു പറയാനുള്ളത് സലിം? സാധാരണഗതിയിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ ഈ ഫ്ലോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘോഷയാത്രയുടെ പ്രത്യേകത. മാത്രമല്ല വിവിധ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒപ്പം തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു രീതി കൂടി ഇത്തവണ പരീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഘോഷയാത്രയ്ക്ക് മാത്രമല്ല ഈ ഒരാഴ്ച കാലം നീണ്ടുനിന്ന ഈ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ടും ആ രീതിയിലുള്ള പ്രത്യേകതകൾ നിരവധി ഉണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ നിന്ന് വിഭിന്നമായി ഡ്രോൺ ഷോ, ഒരു പ്രത്യേക ഡ്രോൺ ഷോ രാത്രികളിൽ തിരുവനന്തപുരത്ത് അതിഗംഭീരമായ ഒരു കാഴ്ചയായിരുന്നു. നേരത്തെ മേഘ്ന പറയുന്നത് കേട്ടു, എന്ത് മനോഹരമായാണ് തിരുവനന്തപുരം ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതിന് മുൻപ് എന്തിനാണ് ഇത്രയും ആളുകൾ ഇവിടേക്ക് ഈ ലൈറ്റ് കാണാൻ വേണ്ടി വരുന്നത് എന്ന് ഇതേ മേഘ്ന ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ലൈറ്റൊക്കെ കണ്ടതിന് ശേഷം അതേ മേഘ്ന ഇത് വരുന്നത് വെറുതെ അല്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.